അസ്സലാമു നമസ്കാരം. ഞാൻ നാസർമാനുമാണ്. ഇത് നമ്മളൊക്കെ വല്ലാത്തൊരു ദുരന്ത വാർത്തയാണ് നമ്മൾ കേട്ടത്. നമ്മുടെ വയനാട്ടില് ചൂരൽമലയിലുണ്ടായ അപകടം വല്ലാത്തൊരു സങ്കടത്തോടെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇപ്പോൾ അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ അവിടേക്ക് കുടിവെള്ളം ആവശ്യമുണ്ട്. അതേമാതിരി രക്തത്തിന് നമ്മുടെ വിംസ് ഹോസ്പിറ്റല്, അതേമാതിരി നമ്മുടെ കൽപ്പറ്റ ഹോസ്പിറ്റലുകളിലൊക്കെ രക്തത്തിന് ആവശ്യമുണ്ട്. നമുക്കറിയാം, നാട്ടിൽ ഒരുപാട് രക്തം കൊടുക്കുന്ന നല്ല മനുഷ്യസ്നേഹമുണ്ട്. നമ്മുടെ വയനാട് ഭാഗത്തേക്ക് മാക്സിമം നമ്മൾ എത്തിച്ചേർന്നാൽ ഒരുപാട് മരണങ്ങൾ കുറക്കാനും വലിയൊരു പുണ്യകാരം. അതേമാതിരി ഡ്രസ്സുകൾ ഇല്ല എന്നുള്ളൊരു സങ്കടം പറയുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. കുറേ ഡ്രസ്സൊക്കെ സ്വരൂപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ ഭക്ഷണസാധനങ്ങളും വെള്ളം കാര്യങ്ങളൊക്കെ പഴം അതങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ. അതാണ് അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സന്നദ്ധ സംഘടന പ്രവർത്തകരുണ്ട്. എല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായിട്ട് നാട്ടിലുള്ള ഒരുപാട് നല്ല മനുഷ്യസ്നേഹമുണ്ട്. അവർക്ക് അങ്ങോട്ട് പോകാനും സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ ഓരോ ക്ലബ്ബുകളും നാട്ടിലുള്ള ചാരിറ്റി ഓഫീസ് പ്രവർത്തകരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നാട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം ഡ്രസ്സുകൾ, മാക്സി, തുണിത്തരങ്ങൾ, അതേമാതിരി കുട്ടികളുടെ ഡ്രസ്സുകൾ, പുതപ്പുകൾ, മാക്സിമം പുതപ്പൊക്കെ വേണം. കാരണം ഇന്നരട്ടെടുത്ത തുണിക്കാരൻ ജീവൻ തന്നെ അപകടത്തിലാവുമ്പോൾ അവരവസ്ഥ പറയേണ്ടതില്ല. ഇപ്പോൾ നനഞ്ഞു പിടിച്ച് വല്ലാത്തൊരു സങ്കടത്തോടെ ഓരോ കുടുംബം കഴിയുന്നു. മരണപ്പെട്ടത് ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. അതങ്ങനെ ഒരു സങ്കടം തീർത്തില്ല. പക്ഷെ അതിന്റെ പുറത്താണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ്. നമ്മുടെ നാട് ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. അങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ നാട് ഒറ്റക്കെട്ടാണ്. ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് എല്ലാവരും ഓടി ഇത്രയും പുണ്യപ്രവർത്തിയിൽ പങ്കാളിയാലുണ്ട്. ഇപ്പോൾ മാക്സിമം പോകുന്നവർ ശ്രദ്ധിക്കും വേണം. പല ഭാഗത്തും നമ്മൾക്ക് വിവരം കിട്ടിയത് അപകടപ്പെട്ടുള്ള സ്ഥലങ്ങളാണ്. വണ്ടിയിട്ട് പോരുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് ഒരുപാട് ആളുകൾ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്വരത്തുമ്മ കൂടി പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് പോവുക. ഇൻഷാ അല്ലാഹ് മാക്സിമം കുടിവെള്ളം അത്യാവശ്യമാണെന്നാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ കിട്ടിയ വിവരം. അത്യാവശ്യം വെള്ളങ്ങൾ ഞങ്ങളൊക്കെ എത്ര എത്തിച്ചാലും തികയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എങ്കിലും ഒരുപാട് കാരുണ്യ പ്രവർത്തകരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി നാട്ടിൽ സ്വരൂപിച്ചുകൊണ്ട് 2, 3, 4 ആൾ മാത്രം കൂടി പോകുക. കാരണം എല്ലാവരും പാടെ അങ്ങോട്ട് പോയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ 3, 4 ആൾ ഒരു വണ്ടി സാധനങ്ങൾ കയറ്റിയിട്ട് അങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമിക്കുക. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളവിടെ ഓടിയെത്തും. എല്ലാവരും ഉണ്ടാവും. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഐക്യം. പടച്ചവൻ കാക്കട്ടെ. മരിച്ചു പോയവർക്ക് പടച്ചവന് പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. ഇത്രയും നമുക്കൊക്കെ പറയാൻ കഴിയുള്ളൂ. കാരണം എപ്പോഴും ഇത്തരം അപകടത്തിൽപ്പെടുന്ന ഒക്കെ പാവപ്പെട്ട കുടുംബങ്ങളേക്കാരം. വല്ലാത്തൊരവസ്ഥയാണ്. അവര് അന്നാന്ന് ജോലിക്ക് പോയി ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്താ ചെയ്യുക, വിധി. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇൻഷാ അല്ലാഹ് മാക്സിമം ഡ്രസ്സുകളും, അതേമാതിരി കുട്ടികൾക്കുള്ള ഡ്രസ്സ്, ബിസ്ക്കറ്റ് ഐറ്റംസുകൾ, പഴം, അങ്ങനെയുള്ള സാധനങ്ങൾ, വെള്ളം, ഇത്തരം സാധനങ്ങൾ മാക്സിമം ഒപ്പിച്ചിട്ട് നാട്ടിൽ തന്നെയുള്ള ഒരു ഓഫീസിലോ അല്ലെങ്കിൽ അവിടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ട് ഒന്നിച്ച് 2, 3, 4 ആൾ കൂടിയിട്ട് അങ്ങോട്ട് എത്തിച്ചാൽ മതി. അവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. രാവും പല്ലാതെ എന്തിനും തയ്യാറായി ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന കുറേ സഹപ്രവർത്തകരുണ്ട്. അവരൊക്കെ വെള്ളത്തിനാണ് നമ്മളോട് വിളിച്ചു ചോദിക്കുന്നത്. വെള്ളം മാക്സിമം മോനിക്കാതെ എത്തിച്ചോട്ടെ, വെള്ളമാണ് ഇവിടെ ആവശ്യം. അതേമാതിരി പഴം, ബിസ്ക്കറ്റ്, കുട്ടികൾക്കുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഒന്ന് എത്തിച്ചേരാൻ പറയും മോനിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് വന്ന്. ഞങ്ങൾക്ക് സാധനങ്ങൾ ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ നമ്മൾ വണ്ടിയിലും പിക്കപ്പില് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം സാധനം കിട്ടാൻ, ഹോൾസെയിൽ സാധനങ്ങളൊക്കെ എത്താൻ കുറച്ച് വഴുകി. അതാണ് ഇത്രയും നേരം വഴുകിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പഠിച്ച ഇത്രയും ദുരിതങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വരുത്താതിരിക്കട്ടെ. ഇനി വന്നതിൽ നമ്മളെ നമുക്ക് കഴിയുന്ന ഉപകാരങ്ങൾ നമ്മളൊക്കെ ചെയ്യുക. എല്ലാവരും നന്ദി. താങ്ക്സ്.